CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് കോട്ടയം ജില്ലയിൽ സ്വീകരണം നൽകി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ക്യാപ്റ്റനായ ജാഥ തൃശൂർ, എറണാകുളം ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചത്. ജില്ലാ അതിർത്തിയായ പുതുവേലിയിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ചു. കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച് പൊതുസമ്മേളന നഗറിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്കാണ് കോട്ടയം ജില്ലയിൽ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ക്യാപ്റ്റനായ ജാഥയെ ജില്ലയുടെ അതിർത്തിയായ പുതുവേലിയിൽ ജില്ലയിലെ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ആദ്യ സ്വീകരണ കേന്ദ്രമായ ഏറ്റുമാനൂരിൽ വൻ വരവേൽപ്പാണ് ജാഥയ്ക്ക് ലഭിച്ചത്. രണ്ടാം സ്വീകരണ കേന്ദ്രമായ തിരുനക്കരയിലും ആവേശത്തിന് ഒട്ടും കുറവുണ്ടായില്ല. CPIM പ്രവർത്തകർ മാത്രമല്ല, പാർട്ടി അംഗങ്ങളും അനുഭാവികളും മാത്രമല്ല, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ നാടാകെ CPIMനെ വിമർശിക്കുന്നവർ പോലും CPIM സംസ്ഥാന സമ്മേളനത്തിലും അതിൻ്റെ തീരുമാനങ്ങളിലും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള വികസന മുന്നേറ്റം ഈ നാട് ശരിയായി തിരിച്ചറിയുന്നുണ്ട്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ചങ്ങനാശ്ശേരിയിൽ ജാഥ സമാപിച്ചു. സ്വീകരണ യോഗങ്ങളിൽ ജാഥ അംഗങ്ങളായ വത്സൻ പനോളി, അനുശ്രീ എന്നിവർ പ്രസംഗിച്ചു. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ബുധനാഴ്ച വൈകിട്ട് കൊല്ലം ആശ്രാമം മൈതാനത്ത് ജാഥ സമാപിക്കും. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.